തൈറോയിഡ് എന്ന് പറയുന്നത് തൈറോയിഡ് രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു മാരാരോഗമാണോ? പലപ്പോഴും ഭയങ്കര ക്ഷീണമാണ്, അല്ലെങ്കിൽ ശരീരം ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോവാണ്, പ്രതീക്ഷിക്കാതെ ഭയങ്കരമായിട്ട് തടിച്ചു പോവാണ് എന്നൊക്കെ പറയുമ്പോഴാണ് തൈറോയിഡ് ചെക്ക് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിന് ഞാൻ മരുന്ന് കുടിക്കേണ്ടതുണ്ടോ എന്ന കൺഫ്യൂഷനിൽ പല ആളുകളാണ്. എന്തുകൊണ്ടാണ് ആക്ച്വലി തൈറോയിഡ് രോഗങ്ങൾ വരുന്നത്, എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ് അതിന് ഏറ്റവും നല്ലത്. പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട്, ഒരുപാട് കാലമായിട്ട് ഞാൻ തൈറോയിഡിന് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. പലപ്പോഴും ഒന്നെങ്കിൽ അത് മെഡിക്കേഷൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറയ്ക്കും. ഇടയ്ക്ക് ഞാനൊന്ന് മറന്ന് ഞാൻ പല ദിവസങ്ങളിൽ കഴിക്കാറില്ല, എനിക്ക് മൂഡ് തോന്നുമ്പോഴേ കഴിക്കാറുള്ളൂ എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറൂബിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ തൈറോയിഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു ഗ്രന്ഥി ഉണ്ട് അല്ലേ, ഇവിടെ നമ്മളെ കഴുത്തിൽ ഒരു ഗ്രന്ഥി ഉണ്ട്. ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളിൽ വ്യതിയാനം വരുമ്പോഴാണ് നമ്മൾ തൈറോയിഡിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴായിട്ട് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ അയൺ കഴിച്ചു, ഞാൻ അയൺ സപ്ലിമെൻറ്റ്സ് കറക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, അതേപോലെ അയോഡൈസ്ഡ് സോൾട്ട്, അയോഡിനുള്ള സോൾട്ട്, ഉപ്പ് ഞാൻ കഴിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് പരാതി പറയാറുണ്ട്. പക്ഷെ അങ്ങനെയും വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പല കാരണങ്ങളുണ്ട്. തൈറോയിഡ് രോഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് ജനറ്റിക് ആവാം. നിങ്ങൾക്ക് പേരൻസ് അല്ലെങ്കിൽ തലമുറകളായിട്ട് നിങ്ങൾക്ക് കൈമാറി വരുന്നൊരു സ്വത്തായിട്ട് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യും. ചില ആളുകൾക്ക് അങ്ങനെയാണ്, പേരൻസിനുണ്ട്, അപ്പോൾ എനിക്ക് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്, വന്നു എന്ന് ഉണ്ടാകുന്ന ഒരുപാട് ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ പറയാനുള്ളതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. അതായത് നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങളെ നമ്മളുടെ ശരീരത്തിന് തന്നെ തിരിച്ചറിയാൻ പറ്റാണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരവസ്ഥ. അതായത് പുറമേ നിന്ന് എന്തെങ്കിലും ഒരു ബാക്ടീരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമ്മളുടെ ശരീരത്തിൽ അല്ലാത്തൊരു സാധനം നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം എടുക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എന്താണോ പുറത്തുനിന്ന് വന്നത് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ശരീരം എടുക്കുന്ന കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. അതിനെ പാടെ ഇല്ലാണ്ടാക്കും. പക്ഷേ ഇതേ കേസ് നമ്മളുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ തന്നെ കോശത്തിന് അത് നമ്മളുടേതല്ല, അത് പുറത്തുനിന്ന് വന്ന ഒരു സാധനമാണ്, അതിനാക്രമിക്കണം എന്ന് തിരിഞ്ഞാൽ നമ്മൾക്ക് തന്നെ പല രീതിയിലുള്ള രോഗങ്ങൾ വരും. അതിനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെ പെടുന്നതാണ് കുറച്ച് ഹഷിമോട്ടോസ് എന്നൊക്കെ പറയുന്ന കുറച്ച് രോഗങ്ങളുണ്ട്. ആ രീതിയിലും നിങ്ങൾക്ക് ഈ പറയുന്ന തൈറോയിഡ് രോഗങ്ങൾ വരാം. അതേപോലെ തന്നെ നിങ്ങളുടെ ന്യൂട്രീഷൻ കറക്റ്റ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കിപ്പം അയോഡിൻ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും വരാം, അയേണിൻ്റെ കുറവുണ്ടെങ്കിൽ വരാം, സിങ്കിൻ്റെ കുറവുണ്ടെങ്കിൽ വരാം, സെലീനിയത്തിൻ്റെ കുറവുണ്ടെങ്കിൽ വരാം. ഇങ്ങനെ നിങ്ങളുടെ ഫുഡിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പല രീതിയിലും പലപ്പോഴായിട്ട് ഡെഫിഷ്യൻസി വരികയാണെന്നുണ്ടെങ്കിൽ തൈറോയിഡ് രോഗം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയാം. അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും ജനറ്റിക്കായിട്ട് അവർക്ക് ഒരു പ്രീഡിസ്പോസിഷൻ, അതായത് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എങ്കിൽ പോലും അവർക്ക് അതുവരെ അവർ മെൻ്റലി ഓക്കെയാണ്, അവർക്ക് ഫിസിക്കലി ഒരു ഇഷ്യൂസ് ഇല്ല, സാഹചര്യങ്ങളാൽ അവർ ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു കുഴപ്പവും വരാറില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ അവരെ ഭയങ്കരമായിട്ട് മാനസികമായി തളർത്തിയ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അവർ വർക്കാവാം, പേഴ്സണൽ ലൈഫാവാം, ഇതിലേതിലും അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാൽ അവർക്ക് തൈറോയിഡ് പിന്നീട് കണ്ടുവന്നിട്ടുണ്ട്. ഇത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡും ആവാം. ഇനിയിപ്പോൾ പാരൻസിന് ഇല്ല എങ്കിൽ പോലും അവർക്ക് തന്നെ അത് ഉണ്ടാകാനുള്ള, അതായത് സ്ട്രെസ്സ് കാരണം ഉണ്ടാകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതേപോലെ തുടർച്ചയായിട്ട് പല രീതിയിലുള്ള റേഡിയേഷനോട് എക്സ്പോഷർ ഉള്ള ആളുകൾ, അതേപോലെ തന്നെ ചില മരുന്നുകൾ കാരണമൊക്കെ ഈ തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ തൈറോയിഡ് രോഗികൾ ഉണ്ടാകുന്ന സമയത്ത്, അതായത് തൈറോയിഡ് ഉള്ള സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഫുഡുകൾ കഴിക്കരുത് എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ടിനോട് പറഞ്ഞു, ഹിബ ഈ മുട്ട കഴിക്കാൻ പറ്റുമോ തൈറോയിഡ് ഉള്ളവർക്ക്? ഞാൻ കേട്ടിട്ടുണ്ട് മുട്ട കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ ചപ്പാത്തി, വീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എവിടെയും അങ്ങനെ കാണുന്നില്ല. എന്താ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എടുത്തും കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോയ റിലേറ്റഡ് ആയിട്ടുള്ള സോയ സോസ് ആണെങ്കിലും ബീൻ ആണെങ്കിലും അതിന് റിലേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു തൈറോയിഡിൻ്റെ ഗ്രന്ഥിയിലെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ അത് വളരെയേറെ ഒരു കാരണമാകും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കാരണമാണ്. അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ പോലുള്ള വെജിറ്റബിൾസ്,
ഇത് പലപ്പോഴും നമ്മൾ സാലഡിൽ അങ്ങനെ ഇട്ട് കഴിക്കാറുണ്ടല്ലേ, നല്ല ടേസ്റ്റ് ആണല്ലോ അതങ്ങനെ. സാലഡിൽ നമ്മൾ ഒന്ന് എന്തെങ്കിലും ഒരു സോസ് കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ അതിൽ ഈ തൈറോയിഡ് ബ്ലോക്കേഴ്സ് കൂടുതലാണ്. അതായത് തൈറോയിഡിൻ്റെ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൂടുതലാണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ അതിന് കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരില്ല. എങ്കിലും അവിടെ ഒരു കാരണം തന്നെയാണ് ഈ പറയുന്ന വെജിറ്റബിൾസ്. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഹൈ സോൾട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഹൈലി അയോഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട്, ചിലരുടെ അയോഡിൻ കൂടുതലുള്ള അല്ലെങ്കിൽ അയോഡിൻ ഉള്ള സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് അയോഡിനുള്ള സോൾട്ടിന് നമ്മൾ അറിയാണ്ട് പർച്ചേസ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ഉപ്പും നമുക്ക് ഫോർട്ടിഫൈഡ് ആയിട്ടാണ് കിട്ടുന്നത്, അയോഡൈസ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയോഡിൻ കൂടുതലുള്ളത് എടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ ബേസിക്കലി പറയാനുള്ളത്, പ്രത്യേകിച്ച് പൊടിയുപ്പൊക്കെ. അതേപോലെ തന്നെ നല്ല പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഇപ്പം നമ്മൾ ഷുഗർ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതും ഈ ഒരു തൈറോയിഡ് രോഗികൾ കഴിക്കുന്നത് മാക്സിമം കുറയ്ക്കണം എന്നുള്ളതാണ് ബേസിക്കലി ഇതിൽ പറയാനുള്ളത്. അപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ള കാര്യമാണ് ഈ പറഞ്ഞ വീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് എന്നുള്ളത്. അതിൻ്റെ അളവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തൈറോയിഡ്, പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരാൾക്ക് ഈ പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം വീണ്ടും കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം എപ്പോഴും ഓവറായിട്ട് കഴിക്കാതിരിക്കാൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കുന്നത് ഇവർക്ക് ഓക്കെയാണ്. അതേപോലെ ഇപ്പോൾ കഴിക്കേണ്ടാത്ത ഭക്ഷണം എന്ന് പറഞ്ഞ പോലെ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാലുൽപ്പന്നങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ ഫുഡിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. കാരണം അതിൽ ഈ പറയുന്ന പോലെ സെലീനിയം സിങ്കും ഒക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതിപ്പോൾ പാലാവാം, ചീസാവാം, അതിൻ്റെ ഏത് രീതിയിലുള്ള വേർതിരിവുകളുള്ള സാധനങ്ങളാണെങ്കിലും നിങ്ങളുടെ ബോഡിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ പറയാനുള്ളതാണ് നമ്മളുടെ സീഡ്സ്, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അതിപ്പം എന്തുമാവാം, അതായത് നമ്മളെ പൾസസ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ചെറുപയർ, വൻപയർ, ആ രീതിയിലുള്ള സാധനങ്ങളാവാം, അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സ്, ചിക്ക് പീസ് ഒക്കെ വളരെ നല്ലതാണ്. കാരണം ഇതിലൊക്കെ സെലീനിയവും അതേപോലെ സിങ്കും വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ്. അതേപോലെ തന്നെ പറയാനുള്ളതാണ് ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചില കേസുകളിൽ നമുക്ക് അയോഡിൻ്റെ പ്രൊഡക്ഷൻ, അയോഡിൻ്റെ ആവശ്യം നമ്മുടെ ശരീരത്തിന് കൂടുതൽ വേണം, ചില കേസുകളിൽ അയോഡിൻ്റെ ആവശ്യം കുറവാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. എപ്പോഴും അയോഡൈസ്ഡ് സോൾട്ട് നല്ലതാണല്ലോ എന്ന് പറയുമ്പം നിങ്ങൾ ഓടിച്ചെന്ന് അത് എടുക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ അത് എടുക്കാൻ. അപ്പോൾ അതേപോലെ ഇതിൽ പറയാനുള്ളത് മുട്ട ഇതിൽ വളരെ നല്ലതാണ്. പലരും ചോദിക്കാറുണ്ട് മുട്ട കഴിക്കാൻ പാടില്ലല്ലോ, മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ മുട്ട ആക്ച്വലി നിങ്ങളുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. കാരണം ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെ കൂടുതലുള്ളതാണ്, ഹോൾ പ്രോട്ടീനാണ്. നിങ്ങളുടെ ബോഡിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു തൈറോയിഡ് ഇഷ്യൂസിൽ നിന്ന് ഒന്ന് പിക്കപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺസ് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ചില കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മളുടെ ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥി ഭയങ്കര ഉരുണ്ട് നിൽക്കുന്നത്. അത് എല്ലാ കേസിലും അങ്ങനെ ആവണം എന്നൊരു നിർബന്ധമില്ല. ചില കേസുകളിൽ ചില ആളുകൾക്ക് ഇത് തടിച്ചു വരും, ഭയങ്കരമായിട്ട് തടിച്ചു വരും, ഒരേപോലെ തടിച്ചു വരും. പക്ഷെ അവർക്ക് തൈറോയിഡ് നോർമൽ ആയിരിക്കും. അപ്പോൾ അവർക്ക് തൈറോയിഡ് രോഗം ആയിട്ടില്ല, പക്ഷെ ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്നുള്ള രീതിയിലുള്ളൊരു സിംറ്റമാണ് ഈ ഒരു തൈറോയിഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിങ്ങനെ തടിച്ചു വരുന്നത്. ചില കേസുകളിൽ ഇത് ഉരുണ്ട് വരും. അതായത് പല രീതിയിലുള്ള നോഡ്സ് എന്ന് പറയും നമ്മൾ. അതായത് ഇപ്പോൾ ഇങ്ങനെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള സാധനത്തിന് പല രീതിയിൽ ആ ബട്ടർഫ്ലൈ ഷേപ്പേ കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പല നോഡ്യൂൾസ് വരാറുണ്ട്. ഇത് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള അല്ലെങ്കിൽ ഹൈപ്പോ ഫങ്ഷനിങ് ആയിട്ടുള്ള തൈറോയിഡിസത്തിലൊക്കെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ള ഒരാൾ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പല രീതിയിൽ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതിനെ പല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇതിലൊന്നെന്ന് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് ഇതിൽ മെഡിക്കേഷൻ ആവശ്യമുണ്ട്. തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ, വെരി തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അല്ലെങ്കിൽ ആക്ച്വലി ഇതിന് മെഡിക്കേഷൻ ആവശ്യമുണ്ട്. അതിപ്പോൾ ഏത് മേഖലയിലുള്ള മെഡിസിൻ ആണെങ്കിലും മെഡിക്കേഷൻ ഇതിന് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ മെഡിസിൻ എടുക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി, ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കി, ഇതിൻ്റെ ഉറവിടം മനസ്സിലാക്കി കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു മെഡിക്കേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 to 3 months നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് കുറയുന്നത് നമുക്ക് കാണാൻ കഴിയും.
കംപ്ലീറ്റ് ആയിട്ട് മാറിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡിയുടെ ഒരു രൂപവും അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ഈ ഒരു തൈറോയിഡിൻ്റെ ഇഷ്യൂ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം നോക്കുന്നതിനനുസരിച്ചാണ്. പലപ്പോഴും അതൊരു വർഷം വരെ പോകാറുണ്ട്. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൽ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട്. പലപ്പം ഇപ്പം അടുത്തും കൂടെ എൻ്റെ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ എന്നോട് ഞാനിങ്ങനെ മരുന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എന്നോട് ആ ഡോക്ടർ ചോദിച്ചു, എന്ത് തൈറോയിഡ് ഇങ്ങനെ നോർമലായത്, തൈറോയിഡ് മെഡിക്കേഷൻ എന്തിനാണ് നിർത്തിയത്, നീ പെട്ടെന്ന് നിർത്തിയതാണോ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ പെട്ടെന്ന് എല്ലാ മെഡിക്കേഷനും ഇവിടെ നിർത്തുന്നത്. ഒരിക്കലും നമുക്ക് തൈറോയിഡിൻ്റെ മെഡിസിൻ പെട്ടെന്ന് ഒരു ദിവസം നിർത്തിയിട്ട് എല്ലാം ഓക്കെയാണ്, ഞാൻ സെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ബോഡീൻ്റെ ഈ തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡീൻ്റെ ഒരുപാട് ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. അതിൽ ഈ ഒരു തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മളുടെ മുടി മുതൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുടി കൊഴിച്ചിൽ കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ചൂട് കൂടുതലാണ്, തണുപ്പ് കൂടുതലാണ്, ദഹനം ശരിയാവുന്നില്ല, ആർത്തവം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസിനും ആക്ച്വലി തൈറോയിഡിൻ്റെ ഹോർമോൺസ് നമുക്ക് വേണം. അപ്പം ഈ ഒരു ഹോർമോണ് കറക്റ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി തൈറോയിഡിൻ്റെ മെഡിക്കേഷൻ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം തൈറോയിഡിൻ്റെ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യൽ പോസിബിളേ അല്ല. ഇതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് നോക്കി അതിനെ ടേപ്പ് ഡൗൺ ചെയ്ത് പതിയെ അത് നമ്മളും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെയും കൂടെ സഹായത്തോടു കൂടിയാണ് അതിനെ ടേപ്പ് ഡൗൺ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ടേപ്പ് ഡൗൺ ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിൻ്റെ കൂടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ബേസിക്കലി ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ തടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹൈപ്പോതൈറോയിഡ് ആണ്, അപ്പം ഞാൻ തടിക്കും എന്നുള്ളതാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ്. യെസ്, അതിൻ്റെ കൂടെ വർക്കൗട്ട്സ് നിങ്ങൾ മാനേജ് ചെയ്യണം. നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് നിങ്ങൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കര ഓയിലി ആയിട്ടുള്ള, പ്രൊസസ്ഡ് ആയിട്ടുള്ള, ഷുഗറി ആയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, നിങ്ങൾ ഈ തൈറോയിഡിൻ്റെ പ്രൊഡക്ഷനെ ഇഷ്യൂ ആക്കുന്ന ഫുഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പറയുന്ന കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ് പോലെയുള്ള ഫുഡുകൾ നിങ്ങൾ മാക്സിമം അതിനെ കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. സാലഡിലിട്ടിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ എക്സസൈസ്, നിങ്ങൾ ഫുഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലീനിയം കൂടുതലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വൈറ്റമിൻ ഡി കൂടുതലുള്ള, അതേപോലെ തന്നെ സിങ്ക് കൂടുതലുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ നമുക്ക് നമ്മളുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള, അല്ലെങ്കിൽ ഫ്ലേക്സ് സീഡ് ഓയിൽ കൂടുതലുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു തൈറോയിഡിൻ്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.